എൻഡോസൾഫാൻ പുനരധിവാസ കേന്ദ്രമായ ബോവിക്കാനത്തെ സഹജീവനം സ്നേഹഗ്രാമത്തിലെ ഓണാഘോഷം ശ്രദ്ധേയമായി. ചേർത്തുപിടിക്കലിന്റെയും കരുതലിന്റെയും നേർസാക്ഷ്യമായിരുന്നു ആഘോഷത്തിലെ ഓരോ നിമിഷങ്ങളും. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. മ്യൂസിക്കിനനുസരിച്ച് താളം പിടിച്ചും പാട്ടുപാടിയും ആടിത്തുമിർക്കുന്ന കുരുന്നുകൾ. കസവുമുണ്ടും വെളുത്ത കുപ്പായവുമിട്ട് കുറേ കുട്ടികൾ. വീൽചെയറിൽ വേദിയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കുട്ടികൾ വേറെയും. കളർഫുൾ ഷർട്ടും പാൻറ്റും വെളുത്ത മുണ്ടും ധരിച്ചെത്തിയവരെ മറ്റൊരു വശത്ത് കാണാം. കസവ് സാരിയും മുല്ലപ്പൂവും ഒക്കെ വെച്ച് പെൺകുട്ടികളും രക്ഷകർത്താക്കളും ജീവനക്കാരും നാട്ടുകാരും എല്ലാവരെയും കൊണ്ട് തിങ്ങി നിറഞ്ഞ സദസ്സും വേദിയും. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമായ സഹജീവനം സ്നേഹഗ്രാമത്തിലെ ഓണാഘോഷ പരിപാടികളാണ് ഈ കണ്ടത്. കണ്ണൂരിൽ നിന്നെത്തിയ മാവേലിയെ കുട്ടികളും രക്ഷിതാക്കളും സ്നേഹഗ്രാമം ജീവനക്കാരും ചേർന്ന് സ്വീകരിക്കുന്ന കാഴ്ചകൾ. ഓണാഘോഷ വേദിയിലേക്ക് മാവേലിയും കുറച്ചു കഴിഞ്ഞപ്പോൾ വേദിയിൽ മാവേലിക്കൊപ്പം നിന്ന് കുട്ടികൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന ഓണക്കാഴ്ചകൾ തുടങ്ങുകയായി. ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂർ ജില്ലയിൽ ആലക്കോട് മണക്കട എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ബിനു എന്ന് പറഞ്ഞ ആളിവിടെ വിളിച്ചിട്ട് അങ്ങനെ എത്തിയതാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ പേപ്പറിലൊക്കെ വായിച്ചും ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നേരിട്ട് കാണാൻ പറ്റിയത് അത് വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. ഇവിടെ വന്നു ചേർന്ന കുട്ടികളോടൊപ്പം പങ്കെടുത്തപ്പോൾ മനസ്സിനൊരു വളരെ സന്തോഷവും ഒരു ആത്മസംതൃപ്തിയും കൈവിട്ടു. ഒത്തിരി പേരെ കണ്ടപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത് വിഷമങ്ങളും സങ്കടമാണ് കൂടുതലും തോന്നിയത്. ദൈവം നമ്മളൊക്കെ എത്ര ഇതായിട്ടും പിള്ളേരെ ഇത് കാണുമ്പോൾ മനസ്സിലൊരു വിഷമങ്ങളോ എല്ലാ ഈശ്വരൻ്റെ ഓരോ എന്താ പറയുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നീട് സഹജീവനം സ്നേഹഗ്രാമത്തിലെയും രക്ഷകർത്താക്കളുടെയും തിരുവാതിര. വലിയൊരു പൂക്കളവും സ്നേഹഗ്രാമത്തിൻ്റെ മുറ്റത്ത് ഇവർ ഒരുക്കിയിരുന്നു. ഇവിടെ എത്തിയ എല്ലാവർക്കും വേണ്ടി പറമ്പ് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഓണസദ്യയും ഉണ്ടായിരുന്നു. പറമ്പ് ചങ്ങായിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 10 വർഷം മുമ്പ് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊയിനാച്ചി പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി ഇപ്പോൾ അതിൻ്റെ. അപ്പോൾ ഈ 10 വർഷത്തോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്രയും ഡിസേബിലിറ്റീസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഒരു എന്താ പറയുന്നത് കുഞ്ഞു കുട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു 10ാം വാർഷികമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അത് എങ്ങനെ ഞങ്ങളൊരു നല്ല രീതിയിൽ ഞങ്ങൾ നാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ അതൊന്ന് ആൾക്കാരിലേക്ക് എന്താ പറയുന്നത് നമുക്കൊരു നല്ല കാര്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഈ ഒരു ഓണപ്പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഒരു സഹജീവനം സ്നേഹഗ്രാമത്തിൻ്റെ ഈ ഒരു കുഞ്ഞു കുട്ടികൾക്കുള്ളൊരു ഓണപ്പരിപാടിയിലേക്ക് ഒരു ഓണസദ്യ ഒരു അടിപൊളിയായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഫണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 90ഓളം മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അപ്പോൾ ഈ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട്, അതായത് അതിപ്പോൾ ഇത്ര രൂപ എന്നുള്ള രീതിയിലില്ല, നമ്മളെ കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാവരും സാധാരണക്കാരാണ്, ജോലിക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, എല്ലാ രീതിയിലും മേഖലയിലും ജോലി ചെയ്യണവരുണ്ട്. അപ്പോൾ ആ ഒരു പറ്റുന്ന ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഫണ്ട് കണ്ടെത്തിയത് ഇതിനൊരു പരിപാടി.
കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് ഈ കേന്ദ്രം ഇവിടെ നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ബാധിതരായ ആളുകളുടെ സമഗ്ര പുനരധിവാസം എന്ന ലക്ഷ്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഈ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലം മുന്നോട്ട് നഷ്ടപരിഹാരം തന്നെയാണ്. 25 ഏക്കർ സ്ഥലം ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 1ാം ഘട്ടത്തിൽ വിവിധ തെറാപ്പി സംവിധാനങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്പീച്ച്, ഫിസിയോ, അതുപോലെ തെറാപ്പി സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടം ഇപ്പോൾ അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമ്മൾ റെസ്പൈറ്റ് ഹോം, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അങ്ങനെ സംവിധാനങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തും. ശരിക്കും എന്താണ് ഈ കുട്ടികളെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി? കുട്ടികൾക്കെല്ലാം തെറാപ്പി തന്നെയാണ്. മിക്കവാറും കുട്ടികൾ ശാരീരിക പരിമിതിയുള്ളതും അല്ലെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് സൈക്കോ തെറാപ്പി കൊടുക്കും, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി കൊടുക്കും, സ്പീച്ച് തെറാപ്പി കൊടുക്കും. അങ്ങനെ അവരെ കുറച്ചും കൂടെ ബെറ്ററാക്കി സ്കൂളുകളിലേക്ക് അയക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല. അവർക്കൊരു സ്ലോട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ വന്ന് ആ തെറാപ്പി ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. മറിച്ച് വീണ്ടും സ്കൂളിലേക്ക് തന്നെയാണ് അവർ പോവുക. ഇവിടെ താമസിച്ച് പഠിപ്പിക്കുകയൊന്നും തന്നെ ചെയ്യുന്നില്ല. വന്ന് ഇവിടുന്ന് തെറാപ്പി ചെയ്ത് നല്ല മാറ്റം കുട്ടികളുണ്ടാവും. അവർ സാധാരണ സ്കൂളിൽ പഠിച്ച് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ഓണം ആഘോഷിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ നിന്നും മടങ്ങിപ്പോയത്. എൻ്റെ പേര് ആതിര. ഞാൻ കഴിഞ്ഞ 1.5 വർഷത്തോളമായി സഹജീവന സ്നേഹഗ്രാമത്തോടൊപ്പം ഉണ്ട്. നടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും ആവാത്തൊരു കണ്ടീഷനിൽ വന്നൊരു കുഞ്ഞായിരുന്നു എൻ്റെത്. ആ മോനെ ഇന്ന് ആരുടെയും സഹായമില്ലാതെ നല്ല രീതിക്ക് നടക്കാൻ സഹായിച്ചൊരു സ്ഥാപനമാണ് നമ്മുടെ സഹജീവന സ്നേഹഗ്രാമം. അതുപോലെ തന്നെ ഇവിടുത്തെ പരിപാടികൾ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. പരിപാടികളും മാത്രമല്ല, സഹജീവന സ്നേഹഗ്രാമം നമ്മളോടൊപ്പം ഒരു സ്നേഹപ്പൂവിളി, പേര് പോലെ സ്നേഹപ്പൂവിളി പോലെ തന്നെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെയും നമ്മളൊരു ഫാമിലി പോലെയാണ് ഇവിടെ. സഹജീവന സ്നേഹഗ്രാമത്തിലെ ഓരോ പരിപാടികളും ഒന്നിനൊന്നിനും മികച്ചതാണ്. നമ്മുടെ രക്ഷിതാക്കൾക്കാണേലും നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സഹജീവന സ്നേഹഗ്രാമത്തിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ഒത്തൊരുമയുടെ സന്തോഷത്തിൻ്റെ നല്ലൊരു ഓണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.